ട്യൂഷൻ മാഫിയ സംഘത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന അധ്യാപകരെ ട്യൂഷൻ ഈ പറയുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ ഗോപാലൻ സെന്ററിൽ അടയിരിക്കുമ്പോൾ പ്രൈവറ്റ് ട്യൂഷൻ മാഫിയ ഇവിടെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ആക്രമിച്ച് ചോദ്യപേപ്പർ വിൽക്കുന്നേ കേരള ജനത കണ്ടിട്ടില്ല രാജിവെക്കൂ പുറത്ത് പോരാട്ടം ഇത് പോരാട്ടം വിൽക്കുന്നേ കക്കുന്നേ ഗോപാലൻ സെന്ററിൽ അടയിരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശം അട്ടിമറിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് KSU അന്നും ഇന്നും സമരമുഖത്തുണ്ട് എന്ന് പ്രൈവറ്റ് ട്യൂഷൻ മാഫിയ ഇവിടെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ കച്ചവട താല്പര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ ലോബി ഇവിടെ മുന്നോട്ട് പോവുകയാണ്. മര്യാദക്കാണ് മര്യാദക്ക് ഇവിടെ സമരം ചെയ്യുന്നതില്ല അഭ്യാസം കളിക്കില്ല. വനിതാ പോലീസ് അവിടെ നോക്കിയിരിക്കുന്നു, അത് പുരുഷ പോലീസ് അവിടെ വന്ന് പെണ്ണുങ്ങളെ
വെച്ചിട്ട് അറിയാം ഇവിടുത്തെ പോലീസ് തൊട്ട കണ്ണടിച്ച് പൊടിച്ചു പോരാ. മാർച്ചായിരുന്നല്ലോ ഇതിപ്പം. അതെ അതെ. ഇപ്പം ഇത്ര നിങ്ങൾ വളരെ അത്ര അടിച്ചിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? അല്ല, നിങ്ങൾ കണ്ടതാണ് സമാധാനപരമായിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഈ മാർച്ച് എത്രമാത്രമാണ് പോലീസ് അടിച്ചൊതുക്കാൻ നോക്കിയത്, എത്ര തവണയാണ് സിഗ്നൽ പോലും തരാതെ ജലപീരങ്കി അടിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ആക്രമിച്ച് ജാമ്യം റദ്ദ് ചെയ്യപ്പെട്ട SFI ക്രിമിനലുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടി ഈ ട്യൂഷൻ മാഫിയ സംഘത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന അധ്യാപകരെ, ട്യൂഷൻ ഈ പറയുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ കൃത്യമായിട്ടൊരു നടപടി, ഒരു വർഷം ആരോപണങ്ങൾ ഉയർന്ന് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? ITI വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ നടത്തിയ KSU സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചിൽ പങ്കെടുക്കാതെ ചികിത്സയിലായിരിക്കുന്ന KSUക്കാരനെതിരാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസും അധികാര വർഗങ്ങളും വിദ്യാർത്ഥികളെ വിറ്റുതൊലച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ മാഫിയയ്ക്ക് വേണ്ടി ഒരു തലമുറയുടെ ചിന്താശേഷി, അവരുടെ എക്സാം റൈറ്റിംഗ് സ്കില്ല്, അവരുടെ എല്ലാ രീതിയിലുള്ള ഈ പറയുന്ന എന്താണ് ഒരു സ്കൂൾ വിദ്യാഭ്യാസം, എന്താണ് ഒരു സ്കൂൾ പരീക്ഷ നടത്തുന്നതിലൂടെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സദുദ്ദേശങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരു സർക്കാർ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ വിറ്റുതൊലയ്ക്കുമ്പോൾ, അഴിമതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അതിനെതിരെ SFIയെ പോലെ മിണ്ടാതെ ഭരണവിലാസം സംഘടനയായി മിണ്ടാതിരിക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയന് സാധിക്കില്ല. കഴിഞ്ഞ 10 ദിവസങ്ങളോളമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൻ്റെ തുടർ സമരമായിട്ടാണ് ഈ സൂചന സമരം. ഇനിയും ശക്തമായിട്ട് സംസ്ഥാന വ്യാപകമായി നമ്മൾ സമരങ്ങൾ വ്യാപിക്കുന്നതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ തകർച്ചയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പറുകൾ ഒന്നടങ്കം തന്നെ ഒരു സ്വകാര്യ ട്യൂഷൻ മാഫിയകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു. പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ ചോർന്നു കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ പരീക്ഷയിൽ അനധികൃതമായി വിജയം കരസ്ഥമാക്കുന്നു എന്ന് കേരള വിദ്യാഭ്യാസമാണെന്ന് എന്ന ആരോപണം കേരള വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് പണം പിഴിയുന്ന, പണം നേടിയെടുക്കുന്ന ഒരു ബിസിനസ്സായി സ്വകാര്യ ട്യൂഷൻ മാഫിയ മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സെൻറ്ററുകൾ കൂണുപോലെ മുളച്ചു പോകുന്നു.
ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം പല സെൻറ്ററുകളുടെയും പിന്നിൽ സംസ്ഥാന ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കൃത്യമായ ആരോപണം നിലവിലുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കണക്കിലെടുക്കേണ്ടത്. ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ പണ്ട് വ്യാപം ഗൂഢാലോചന അല്ലെങ്കിൽ ആ അഴിമതി നടന്നതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് അനർഹരെ വിജയിപ്പിച്ചതുപോലെ കേരളത്തിലും ഇത്തരം ഒരു വിദ്യാഭ്യാസ മാഫിയ നിലവിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ പൊതുപരീക്ഷകളുടെ പോലും ഏറ്റവും നിർണായകമായ കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ പോലും ഇവിടുത്തെ സ്വകാര്യ ട്യൂഷൻ മാഫിയെ തട്ടിയെടുക്കുന്നില്ല എന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്? ഈ സെൻ്ററുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വിജയമുറപ്പാണെന്ന പരസ്യവാചകം പുറത്തു വരുമ്പോൾ അവർക്ക് ഇത്തരം ചോദ്യപേപ്പറുകൾ കിട്ടിക്കൊണ്ട് ലഭിക്കുന്ന വിജയങ്ങൾ കാണുമ്പോൾ ഇതിലേക്ക് ഈ ട്യൂഷൻ സെൻ്ററുകളിലേക്ക് ആയിരക്കണക്കിന് കുട്ടികളാണ് എത്തിപ്പെടാൻ നിർബന്ധിതരാകുന്നത്. കാരണം ഇവിടെയുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാവിയിൽ ആശങ്കാകുലരാവുന്ന മാതാപിതാക്കൾ കുട്ടികളെ എവിടെ കൊണ്ട് ചേർക്കും? CPM-നെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ചോദ്യപേപ്പർ ചോർച്ച അവരുടെ ഒരു നയത്തിൻ്റെ തന്നെ ഭാഗമാണ്. കേരളത്തിൽ PSC ചോദ്യപേപ്പർ ചോർത്തിയെടുത്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ CPM-ഉം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കുന്ന SFI-യും. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാരായിരുന്നു കേരളത്തിലെ PSC പരീക്ഷയിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വന്നു. പിന്നീട് അവിടെ നടന്ന ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആ ഗുണ്ടകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത്. അന്ന് പരിശോധിച്ചപ്പോൾ പലരുടെയും വീട് പരിശോധിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസുകളുടെ വലിയ ബണ്ടിലുകളാണ് കണ്ടെത്തിയത്. അതിപ്പോൾ എവിടെ പോയി? ആ കേസെല്ലാം ഒതുക്കപ്പെട്ടു. സമാനമായ തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം മാഫിയവൽക്കരിച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളെ വരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ITIയിൽ നടന്ന സംഭവം ഒരു കൊടി ഉയർത്തിയതിന് KSUവിൻ്റെ ഒരു കൊടി ഉയർത്തിയതിനാണ് 2 കുട്ടികളെ നൂറുകണക്കിന് ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചത്.